കാന്തല്ലൂരും ചിന്നാർ വന്യജീവി സങ്കേതവും പാമ്പാർ നദിയൊക്കെ പിന്നിട്ട് കാർ ഇപ്പോൾ തമിഴ്നാട് കടന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് മണിയാണ് കൂടെയുള്ളത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളാണ് ഇത്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന പാതയുടെ ഇരുവശങ്ങളും ആനമലൈ കടുവാ സങ്കേതം എന്ന വനപ്രദേശങ്ങളാണ്. തിരുപ്പൂർ കൂടാതെ കോയമ്പത്തൂർ, ദിണ്ടിഗൽ എന്നീ ജില്ലകളിലും ആനമലൈ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുകയാണ്. 958 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തീർണം. നീണ്ട വനയാത്രയാണ്. വല്ലപ്പോഴും കടന്നു വരുന്ന വാഹനങ്ങൾ. ഈ നീണ്ട വനയാത്രയ്ക്കൊടുവിൽ അടുത്തെവിടെയോ ഒരു ഗ്രാമമുണ്ട് എന്നതിൻ്റെ വിളംബരം എന്നോണം റോഡിൽ നിറയെ പോത്തുകളെ കണ്ടു തുടങ്ങി. കിളിവാങ്കത്തൂർ എന്ന ചെറിയൊരു ഗ്രാമമുണ്ട് ഇവിടെ അടുത്ത്. വനത്തിനുള്ളിലൂടെ ആണെങ്കിലും വളരെ മെച്ചപ്പെട്ട റോഡുകൾ. അതാണ് ഈ വനപാതയുടെ ഒരു പ്രത്യേകത. കിളിവാങ്കത്തൂർ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് 375 മീറ്റർ ഉയരത്തിലാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് യാത്ര തുടങ്ങവേ അങ്ങിങ്ങായി കുറച്ച് മനുഷ്യരെയും ചെറിയ പീടികകളുമൊക്കെ കണ്ടു തുടങ്ങി. കൃഷി ഭൂമികളാണ് ഇരുവശങ്ങളിലും. തിരുപ്പൂർ ജില്ലയിലെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രബലമായ മേഖലയാണ് കൃഷി. ജില്ലയുടെ ആകെ വിസ്തൃതി 4,72,629 ഹെക്ടറാണ്. അതിൽ 1,84,645 ഹെക്ടറും കാർഷിക പ്രദേശങ്ങളാണ്. ഏകദേശം 30% തൊഴിലാളികളും അവരുടെ ഉപജീവനത്തിനായി കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, മാങ്ങ, വാഴ, മുരിങ്ങ, മുളക്, മഞ്ഞൾ അങ്ങനെ നിരവധി വിളകളാണ് ഇവർ കൃഷി ചെയ്യുന്നത്. കുറിച്ചിക്കോട്ട എന്ന ഗ്രാമമാണിത്. പഴനി, തിരുപ്പൂർ, ആനമലൈ, തിരുമൂർത്തി ഹിൽസ് എന്നിവിടങ്ങളിലേക്കൊക്കെ തിരിയുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് ഇവിടം. നാളികേരമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കേരളത്തെക്കാൾ മറ്റെന്തോ ഒരു കളർ സ്കീം തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമങ്ങൾക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വലിയൊരു തെങ്ങിൻ തോപ്പിന് നടുവിൽ ആ കാണുന്ന നീളൻ ഷെഡ് നാളികേരം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ചെല്ലാണ്ടിയമ്മൻ കോവിലാണിത്. തമിഴ്നാട്ടിലെ പ്രധാന ദേവതകളിൽ ഒന്നാണ് ചെല്ലാണ്ടിയമ്മൻ. ചെല്ലിയായി, ചെല്ലിയമ്മൻ, ചെല്ലത എന്നീ പേരുകളിലും ചെല്ലാണ്ടിയമ്മൻ അറിയപ്പെടുന്നു. ഇത് മറ്റൊരു ഗ്രാമമാണ്, പല്ലപ്പാളയം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. ഹോട്ടലിന് എതിർവശം കൃഷിയിടങ്ങളാണ് കാഴ്ച. ചോളമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കന്നുകാലികൾക്ക് തീറ്റപ്പുല്ല് നൽകുന്നതിനേക്കാൾ ഏറെ പോഷകമൂല്യം ഉള്ളവയാണ് ചോളം. സ്വച്ഛസുന്ദരമായ ഒരു ഗ്രാമമാണിത്. ഇത് ഗ്രാമത്തിൻ്റെ പ്രധാന ഏരിയ അല്ല. കുറച്ചുകൂടി കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ജനവാസ ഇടങ്ങൾ. വളരെ സാധാരണക്കാർ ജീവിക്കുന്ന ഗ്രാമമാണ് ഇത്. പശ്ചിമഘട്ട മലനിരകളാണ് ആ കാണുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ. അമരാവതി നഗർ പിന്നിട്ട് അമരാവതി ഡാമിൻ്റെ പരിസരത്തു കൂടി ഒരു മുതല ഫാം സന്ദർശിക്കാനാണ് യാത്ര. ഇവിടേക്ക് കയറുമ്പോൾ ചെറിയൊരു ഫീസ് ഉണ്ട്. പക്ഷെ ഇന്ന് തിങ്കളാഴ്ച ആയതിനാൽ ഇവിടെ മുടക്കമാണ്. വീണ്ടും നിരാശ. ഡ്രൈവിംഗ് സീറ്റിലിപ്പോൾ ഞാനാണ്. കുറച്ചു നേരത്തേക്ക് ക്യാമറമാൻ മണിയും. കല്ലാപുരം എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മടക്കയാത്രയിൽ അമരാവതി ഡാമും പ്രദേശങ്ങളും ഒക്കെ ചിത്രീകരിക്കാം എന്ന് വെച്ചു. മഴ ഒരു തടസ്സമാകുമോ എന്നൊരു പേടി ഇപ്പോൾ മാറിയിരിക്കുന്നു. നെൽവയലുകളാണ് റോഡിന് ഇരുവശങ്ങളിലും. കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ ജലം കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കൊച്ചു കനാലാണ് ഇടതുഭാഗത്ത് മതിൽ പോലെ പണിത് വച്ചിരിക്കുന്നത്.
കല്ലാപുരം ജംഗ്ഷൻ കഴിഞ്ഞ് അമരാവതി നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി. ധനുഷ് അഭിനയിച്ച കൊടി സിനിമയില്ലേ, അതിലെ ഏയ് സുഴലി എന്ന ഗാനം മിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. കൂടാതെ ജയം രവി അഭിനയിച്ച ജയം, ശരത് കുമാർ അഭിനയിച്ച മായി, വിജയകാന്തിൻ്റെ വാനത്തെ പോലെ, ശശികുമാറിൻ്റെ വെട്രിവേൽ, വിജയ് സേതുപതി അഭിനയിച്ച ജുങ്ക, കൂടാതെ വിജയ് അഭിനയിച്ച അഴകിയ തമിഴ് മകൻ, വേലായുധം, ഖുഷി എന്നീ സിനിമകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകളിലും ഗാനരംഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഷൂട്ടിംഗ് സ്പോട്ടാണ് കല്ലാപുരം ഗ്രാമവും ഈ നെൽപ്പാടങ്ങളും. അമരാവതി ഡാം നിർമ്മിച്ചതിന് ശേഷമാണ് ഈ ഗ്രാമത്തിൽ ഇത്രയും ജലലഭ്യത വർദ്ധിച്ചതും കൃഷി ഇത്രയും വ്യാപിച്ചതും. പഴമയാണ് ഇവിടുത്തെ പുതുമ. ഞാനും മണിയും ഗ്രാമത്തിനോട് വിട പറയുകയാണ്. ആ കാണുന്ന പാറയും അതിൽ മുകളിലെ കൽക്കെട്ടും തമിഴ് സിനിമകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലൊക്കേഷനാണ്. ഞങ്ങളുടെ യാത്രയിൽ കുറേ അതിഥികളെയും പരിചയപ്പെടുന്നുണ്ട്. പുള്ളിമാനാണ് ആ പോകുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഒരാളല്ല, 2 പേരുണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അമരാവതി ഡാമാണ്. അമരാവതി ഡാം എത്തി. അമരാവതി റിസർവോയറിൽ ബോട്ടിംഗ് ആക്ടിവിറ്റികൾക്ക് അവസരമൊരുക്കുന്ന സ്ഥലമാണ് ഇത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതിനാലാവാം സന്ദർശകർ നന്നേ കുറവാണ്. 9.31 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ റിസർവോയർ. ആഴമാകട്ടെ 110 അടിയും. അണക്കെട്ടിൻ്റെ മുകളിലെ ഈ കാഴ്ചകൾ ആനമല കുന്നുകളുടെയും പഴനി കുന്നുകളുടെയുമാണ്. മുതലകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് അമരാവതി റിസർവോയർ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അമരാവതി ഡാമിൻ്റെ താഴ്ഭാഗത്ത് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ഉദ്യാനവും കാണാം. എൻ്റെ സുഹൃത്ത് മണി അദ്ദേഹത്തിൻ്റെ കാർ എടുത്തിട്ട് വന്നു. ഞാൻ അതിൽ കയറി. ഈ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചൂടില്ലെങ്കിൽ പോലും യാത്ര ചെയ്തതിൻ്റെ തെല്ലൊരു ക്ഷീണം ഞങ്ങൾക്ക് 2 ആൾക്കും ഉണ്ട്. കേരളത്തിൽ ഇപ്പോഴും മഴയാണ്. തമിഴ്നാട്ടിൽ അത്രയ്ക്ക് ആ മഴ ബാധിച്ചിട്ടില്ല. ഇതാണ് അമരാവതി ഡാം. കെ കാമരാജ് മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 1957 അമരാവതി അണക്കെട്ട് നിർമ്മിച്ചത്. പിന്നീട് 2003-2004 കാലയളവിൽ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് 4 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത നിലയവും സ്ഥാപിച്ചു. ഞങ്ങൾ മടക്കയാത്രയിലാണ്. അതിർത്തി കഴിഞ്ഞതോടുകൂടി റോഡിൻ്റെ മട്ടും പാവമൊക്കെ മാറുകയാണ്. തീർച്ചയായും നമ്മുടെ റോഡുകളുടെ നിലവാരം ഒരല്പം കൂടി ഉയരണം. നാടിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ട് തന്നെയാണ് നമ്മളുടെ റോഡുകൾ. തികച്ചും ഏകാന്തമായ ഒരു അന്തരീക്ഷം. ജനത്തിരക്കില്ല, വാഹനത്തിരക്കില്ല. എതിരെ വല്ലപ്പോഴും 1-2 വാഹനങ്ങൾ കണ്ടാലായി. മയിലുകളെ യഥേഷ്ടം ഈ യാത്രയിൽ പലയിടത്തായി കാണാം. സാമ്പാർ മാൻ അഥവാ മ്ലാവാണ് ആ നിൽക്കുന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ഒക്കെ അല്ലേ? ഒരു കാരണവശാലും ഒരു ജീവികളെയും ഉപദ്രവിക്കാതിരിക്കുക. അവരെ യഥേഷ്ടം അവരുടെ പാട്ടിന് വിടുക. ഒരു ട്രൈബൽ ഏരിയയിലേക്ക് പോകുന്ന വഴിയിൽ വാഹനം നിർത്തി. പക്ഷേ ആ ഊരിലേക്ക് പോകണമെങ്കിൽ വനപാലകരുടെ അനുവാദം വേണം. അവിടേക്ക് പോകുന്നില്ല. റോഡ് സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി. നിങ്ങൾ എപ്പോഴെങ്കിലും കാടിൻ്റെ ശബ്ദം ശ്രവിച്ചിട്ടുണ്ടോ? ഒരു വനത്തിൻ്റെ നടുവിൽ കണ്ണടച്ച് നിന്ന് കുറച്ചു നേരം ആസ്വദിക്കണം. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. യാത്ര വീണ്ടും തുടരുകയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയുള്ള ഈ മടക്കയാത്രയിൽ മഴ പെയ്തു തുടങ്ങി. താഴ്വാരത്ത് തൂവാനം വെള്ളച്ചാട്ടവും കണ്ടു തുടങ്ങി. നാളെ അവിടേക്കൊക്കെ പോകണം. വിശദമായിട്ട് ഷൂട്ട് ചെയ്യണം. രാത്രിയായി. ഇരുൾ വീണു. ക്യാമറ കണ്ണുകളിൽ നിന്നും ദൃശ്യങ്ങൾ മാഞ്ഞു.
നാളത്തെ ചിത്രീകരണത്തിൻ്റെ ഒരുക്കങ്ങൾ ഒരുക്കണം. കാന്തല്ലൂരിലെ കാഴ്ചകളിലേക്കാണ് ഇനി യാത്ര.